രാഹുൽ ആവശ്യമില്ലാത്തൊരു വള്ളി പിടിക്കുന്ന പോലത്തെ സെറ്റപ്പിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ എതിരെ പറയാം? ആൾക്കൊരു കാര്യമില്ലായിരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം സോർട്ട് ചെയ്യേണ്ട കേസായിരുന്നു. വെല്ലോന്റെ മനാശാസ്യത്തിന് ഞാൻ എന്തിനാണ് അകത്ത് പോയി കിടക്കുന്നത്? ആരുടെയോ ഉണ്ടാക്കിയ ഒരു ഗർഭത്തിനാണ് രാഹുൽ ഈശ്വർ പോയി കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എപ്പോഴും പുറത്ത്. ശബരിമല കേസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാള് ജയിലിൽ പോയി കിടക്കുവാണ്. രാഹുൽ ഈശ്വർ സ്ഥിരം നമ്മൾ കാണാറുള്ളതാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുമ്പോ ആള് പുരുഷപക്ഷം സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത വള്ളികളിൽ ചെന്ന് പെടുന്ന പോലെ രാഹുൽ ആവശ്യമില്ലാത്തൊരു വള്ളി പിടിക്കുന്ന പോലത്തെ സെറ്റപ്പിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ എതിരെ പറയാം, അതാണ് ആള് ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിൽ നേരെ പുള്ളി ഓപ്പോസിറ്റ് നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. ദിലീപിന്റെ കേസിൽ വരെ ആള് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദിലീപിന് സപ്പോർട്ടായിട്ട് നിന്ന ആ വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും പുരുഷപക്ഷമായിരിക്കും. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം, പുരുഷന്മാർക്ക് വേണ്ടി കമ്മിറ്റി വേണം എന്ന് ഉന്നയിച്ച ഒരാളും രാഹുൽ തന്നെയാണ്. ആള് പറയുന്നുണ്ട്, കുറെ പോയിന്റുകൾ പറയുന്നതിൽ കാര്യമുണ്ട്. എന്നാൽ ഇതിപ്പോ ഒരുപാട് ആവേശത്തോടെ എടുത്ത് ചാടി ആൾക്കൊരു കാര്യമില്ലായിരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം സോർട്ട് ചെയ്യേണ്ട കേസായിരുന്നു. ഒരുപാട് ആവേശം കൂടി പോയി, എടുത്തുചാട്ടമായി പോയി ശരിക്കും പറഞ്ഞാൽ കാണിച്ചത് ആള്. ഈവൻ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ചെയ്തു. ഇപ്പോ ആള് നിരാഹാരത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ട്രോളുകൾ വരുന്നുണ്ട്. ആരുടെയോ ഗർഭത്തിന്റെ അങ്ങനത്തെ കുറെ ട്രോളുകൾ വരുന്നുണ്ട്. വെല്ലോന്റെ മനാശാസ്യത്തിന് ഞാൻ എന്തിനാണ് അകത്ത് പോയി കിടക്കുന്നത്? അങ്ങനെ കിടക്കുന്ന ആദ്യത്തെ ആള് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആരുടെയോ ഉണ്ടാക്കിയ ഒരു ഗർഭത്തിനാണ് രാഹുൽ ഈശ്വർ പോയി കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എപ്പോഴും പുറത്ത്. ആള് ജാമ്യത്തിന് വേണ്ടി നടക്കുവാണ്. രാഹുലിന്റെ ജാമ്യം രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ലഭിച്ചില്ല എന്നുള്ളതാണ്. റദ്ദാക്കിയായിരുന്നു, കിട്ടിയില്ലായിരുന്നു. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കുമോ എന്നുള്ള ഒരു ഇതിന്റെ ബേസിലാണ് അവിടെയും മണ്ടത്തരം കാണിച്ചത്. അതെ, ആ വീഡിയോയില് പോലീസ് വന്ന സമയത്ത്, വീട്ടിൽ വന്ന സമയത്ത് ആൾ അപ്പൊ തന്നെ പോയിട്ട് വീഡിയോ എടുത്തു. ഞാൻ എന്റെ ലാപ്ടോപ്പ് മറക്കട്ടെ. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇയാൾക്ക് ഇത്രയും ബുദ്ധിയുള്ള ഒരാളാണ്, പക്ഷെ അവിടെയാണ് പാളിപ്പോയത് എന്നുള്ളതാണ്. അപ്പൊ തന്നെ വൈകിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ലാപ്ടോപ്പ് ഞാൻ ഒളിപ്പിച്ചു വെക്കട്ടെ. അപ്പൊ തന്നെ മനസ്സിലാവും അതിലെന്തോ ഉണ്ടെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പോലീസുകാരോട് പറയണ്ട, എന്നെ 7 മണിക്ക് വിട്ടയക്കും, എനിക്ക് 7 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ഒരു 7 മണിക്കൊരു മാധ്യമത്തിന്റെ ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ കോടതിയില് ഇയാള് പുറത്തു പോയി തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. അങ്ങനെയാണ് രാഹുലിന്റെ ജാമ്യം റദ്ദ് ചെയ്യേണ്ടി വന്നൊരവസ്ഥയായത്. വീഡിയോ ആണ് എല്ലാത്തിനും വീണയാക്കിയത്. ഇതിപ്പോ ശബരിമല കേസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ. അതുപോലെ ദിലീപിന്റെ കേസില് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വരെ എത്തി നിൽക്കുകയാണ് രാഹുലിന്റെ ഓരോരോ. അതെ, ഇപ്പൊ ജയിലിൽ പോയിട്ട് നിരാഹാരം കിടക്കുക. പുറത്ത് രാഹുല് വെള്ളം കുടിക്കുന്നുണ്ട്, അതിൽ രാഹുൽ മാങ്കൂട്ടം വെള്ളം കുടിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം എന്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൾക്കൊന്ന് ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം അല്ലേ? ആളവിടെ ചെന്നിട്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഫുഡും ഇല്ല, വെള്ളവും കുടിക്കില്ല, അതും പറഞ്ഞിട്ട് കിടന്ന് വാശി പിടിക്കുന്നത് എന്തിന്റെ ബേസിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഓടിച്ചെന്ന് ആവേശം കൂടിപ്പോയി. ആളുടെ പ്രശ്നം അത് തന്നെയാണ്. ഒരു കാര്യമാണ് രാഹുലിന്റെ. എല്ലാ കേസിലും രാഹുൽ ഒരു സ്റ്റെപ്പ് മുന്നിലെടുത്ത് വെക്കും. അതിലുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രതികളോ ഇരകളോ ഇവരാരും എടുക്കാത്ത സ്റ്റെപ്പ് ഫ്രണ്ടിലെടുത്ത് വെക്കും. ആ ഒരു വ്യക്തികളാരും ഇതിനെതിരെ സംസാരിക്കില്ല. പക്ഷെ അവിടെയും എല്ലാത്തിനും കയറി തലയിടുന്ന ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ രാഹുലിനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ കയറി തലയിടുന്ന സ്വഭാവമാണ് രാഹുൽ എപ്പോഴും തന്നെ കാണിക്കാറുള്ളത്. ദിലീപിന്റെ കേസിലും രാഹുൽ പറഞ്ഞൊരു കാര്യമാണ്, ദിലീപിന്റെ ഭാഗത്തെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇടപെടും, എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടും എന്നുള്ളൊരു സ്വഭാവമാണ് രാഹുൽ. നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, എല്ലാവർക്കും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഒന്നും കൂടെ ചിന്തിക്കുക. അതെ, അവർക്കില്ലാത്തൊരു അവർക്കില്ലാത്ത ആവേശമാണ് ഈ
പുള്ളിക്കുള്ളത്. അതെ, ഇത് ആരാ തെറ്റ് ചെയ്തേക്കുന്ന ആരാ തെറ്റ് ചെയ്യാത്തെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആ ഒരു ഇത് വരാൻ നേരത്ത്, ഇത്രയും കോൺട്രവേഴ്സി സൃഷ്ടിച്ച ഒരു കേസ് വരാൻ നേരത്ത് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങുമ്പോ 1 2 വട്ടം ഒന്ന് ചിന്തിക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട്. പക്ഷെ അദ്ദേഹം അതൊരു വല്ലാത്ത ഒരു ഇതില് ആവേശം കൊണ്ട് എടുത്തേക്കുന്ന. അതെ, ഇതിപ്പോ ഒരു ഇരയുടെ പേരും ഫോട്ടോ ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലോട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചു. രാഹുൽ ചെയ്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇത്രയും വെനയിലോട്ടെത്തിയത്. സത്യം. ആള് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് ആദ്യമായിട്ട് ഈ ഒരു പെൺകുട്ടി, ഈ ഒരു ഇര നേരത്തെ വിവാഹിതയാണെന്നുള്ള കാര്യം ഞാനാണ് ആദ്യമായിട്ട് തെളിയിക്കുന്നതെന്നൊക്കെ ആളിരുന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ കേസുകളൊക്കെ ആളിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാ പോലും നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും ഒന്ന് ആലോചിക്കണം. എന്താണ് അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഇപ്പൊ ആർക്ക് പോയി? അതെ, ഇപ്പൊ സഹതാപം തോന്നുന്നുണ്ട് ശരിക്കും രാഹുൽ ഈശ്വറിനോട്. അതെ, മണ്ടത്തരമാണ് കാണിച്ചത്. അതെ, രാഹുൽ മാങ്കൂട്ടം എവിടെ നിൽക്കുന്നു, എവിടെയോ ഇരിക്കുന്നു. ആള് ഇപ്പോഴും പ്രത്യേകിച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാം, എന്തായാലും ടെൻഷൻ ഉണ്ടാവും. ഇതിന് വേണ്ടി ആള് പുറത്താണ്. അതെ, ആള് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്തു. പക്ഷെ ഇദ്ദേഹം കൊടുത്തത് അപ്പൊ തന്നെ അതൊന്നും മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ്. അതെ, അതപ്പൊ തന്നെ ഡിലേ ചെയ്തു. രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങോട്ടാണ്? സെൻസിറ്റീവ് ഇഷ്യൂസ് ആണ്. ഇപ്പൊ എല്ലാരും ഇലക്ഷനും കാര്യങ്ങളൊക്കെ മറന്നു. ഇപ്പൊ എല്ലാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുൽ ഈശ്വറിന്റെയും പുറകെയാണ്. ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാരും അത് മറന്നു. ഇപ്പൊ ഇവരാണ് താരം. നോക്കാം. താങ്ക് യു.